വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇഴചേർത്ത് വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യന്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം. ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ്. ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല. ഓരോ കാലത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് വായനയുടെ രീതികൾ മാറിയേക്കാം. എന്നാൽ വായനയുടെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. മാർഗം ഏതായാലും വായന മരിക്കുന്നില്ല എന്നതാണ് സത്യം. അതെ, ഇന്ന് ദേശീയ വായനാ ദിനം. വായനയുടെ വിശാലമായ ലോകം തുറന്നു തന്ന PN പണിക്കരുടെ ചരമദിനം. ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്ത കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്നു PN പണിക്കർ. ഒരു ഗ്രന്ഥകാരനായി ജീവിതം തുടങ്ങിയ അദ്ദേഹം ജനങ്ങളിൽ വായനയുടെ വിത്തുകൾ പാകുന്നതിന് ഏറ്റവും മികച്ച രീതിയിൽ സ്വാധീനം ചെലുത്തി. കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറി പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ സനാതനധർമ്മം വായനശാല ആരംഭിച്ചാണ് PN പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിക്കുന്നത്. കേരളത്തിലുടനീളം സഞ്ചരിച്ച് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു. 1945 സെപ്റ്റംബറിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം സംഘടിപ്പിച്ചു. 1947 ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്തു. 1949 ജൂലൈയിൽ ഇതിന്റെ പേര് തിരുകൊച്ചി ഗ്രന്ഥശാല സംഘം എന്നാക്കി. 1958 കേരള ഗ്രന്ഥശാല സംഘം ഉണ്ടാക്കി. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അടുത്ത ഒരാഴ്ചക്കാലം വായനാ വാരമായും ആചരിക്കുന്നു. കേരള സർക്കാർ 1996 മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു. തൊട്ടടുത്ത ലൈബ്രറിയായിരുന്നു പഴയ തലമുറയിലെ ആളുകളുടെ വായനാവേദി. അവിടെയുള്ള പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചും അറിവ് പങ്കിട്ടുമാണ് മുൻ തലമുറ വായനയുടെ വിശാല ലോകത്തേക്ക് നടന്നു കയറിയിരുന്നത്. എന്നാൽ കാലം മാറിയപ്പോൾ ലൈബ്രറിയുടെ പ്രാധാന്യം താരതമ്യേന കുറയുകയും വായനയുടെ രീതികൾ ചില വ്യത്യാസങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും വ്യത്യസ്തമായാണ് ഐഡിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ലൈബ്രറി ഇന്ന് പ്രവർത്തിക്കുന്നത്. വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുവാൻ ഇവിടെ അധ്യാപകർ പ്രചോദനം നൽകുന്നു. ഏവർക്കും ഐഡിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വായന ദിന ആശംസകൾ.